നമസ്കാരം. തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ഒന്ന് കരയ്ക്കടുപ്പിക്കണമെന്ന തീരുമാനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാർ. തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഇവരുടെ തീരുമാനം എന്നൊക്കെയാണ് കേൾക്കുന്നത്. KPCC തട്ടകത്തിൽ നിന്ന് മാർഗരേഖ ഇറക്കിയിരിക്കുകയാണ്. നേതാക്കളെയൊക്കെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാനാണ്. പക്ഷെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. തമ്മിൽ തല്ല് തീർന്നിട്ടല്ലേ നേതാക്കളെ നേരെയാക്കാൻ പറ്റൂ? കോൺഗ്രസിനുള്ളിൽ നേതൃത്വങ്ങൾ എന്തിനിറങ്ങിയാലും തമ്മിത്തല്ലും പാരവെപ്പും കുതുകാല് വെട്ടുമാണ്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരന്റെ പേര് നിർദ്ദേശിച്ച കത്ത് ആരും അറിയാതെ നൈസായിട്ട് അങ്ങ് പൂത്തിവെച്ചു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കി അങ്ങ് കളം നിറച്ചു കളിച്ചു. ആ കളിയിൽ ബലിയേടായത് പാവം മുരളീധരൻ മാത്രം. പാർട്ടിയിലെ എന്ത് കാര്യവും അറിയുന്നത് മാധ്യമങ്ങളിലൂടെ എന്ന് പറയുന്ന മുരളീധരൻ ശരിക്കും ഗതികെട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ആ മന്ത്രി കസേരയ്ക്കുള്ള പിടിവലിയാണ് നടക്കുന്നത്. അതിനായി സമുദായങ്ങളെ കയ്യിലെടുക്കാനാണ് രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ ഓട്ടം. എന്തായാലും ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ലാതെ അങ്ങ് ഓട്ടത്തോടെ ഓട്ടമാണ്. അത് പള്ളിയായാലും കൊള്ളാം, അമ്പലമായാലും കൊള്ളാം. ആളുകളുടെ മൊത്തം സപ്പോർട്ടും ഇങ്ങ് പോരണം എന്നാണ്. അപ്പോഴാണ് ആ KPCC നിന്നും മാർഗരേഖ വരുന്നത്. പാർട്ടി പരിപാടികൾ സജീവമല്ലാത്ത ഭാരവാഹികളുടെ പേര് വിവരങ്ങൾ കൈമാറാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. താഴെത്തട്ടിലെ നേതാക്കളെ വരെ സമൂഹ മാധ്യമങ്ങൾ സജീവമാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ബൂത്ത് പ്രസിഡന്റുമാരെ പങ്കെടുപ്പിച്ച് മെയ് മാസം മഹാപഞ്ചായത്ത് ചേരാനാണത്രേ പാർട്ടിയുടെ തീരുമാനം. ഭാരവാഹികളുടെ ബാഹുല്യമുണ്ടെങ്കിലും ആർക്കും പ്രത്യേക ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പദവിയിലെത്തിയാൽ പാർട്ടി പരിപാടികൾ ആബ്സെന്റ് ആയിരിക്കും. എത്ര പുതുക്കാൻ ശ്രമിച്ചാലും പണിതീരാത്ത പുനഃസംഘടന. ഈ നിലയിൽ സംഘടനാ സംവിധാനത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന ബോധ്യത്തിൽ നിന്നാണ് പുതിയ മാർഗരേഖ പിറവി എന്നാണ് പറയപ്പെടുന്നത്. സംസ്ഥാനത്തെ 282 ബ്ലോക്ക് കമ്മിറ്റികൾക്ക് അയച്ച 9 പേജുള്ള കത്തിൽ സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അക്കമിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ബ്ലോക്ക് ഭാരവാഹികൾക്ക് ചുമതലകൾ അങ്ങ് വിഭജിച്ച് നൽകും. പണിയെടുക്കാത്തവരുടെ പട്ടിക പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറണം. കൃത്യമായി യോഗങ്ങൾ ചേരണം പോലും. പാർട്ടി ഓഫീസിൽ TVയും കമ്പ്യൂട്ടറും ഒക്കെ വേണം. അതിന് കുറവൊന്നും വരുത്തരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം നേതാക്കൾ അങ്ങ് സജീവമാകണം. പാർട്ടിയെ ഉടച്ചു വാർക്കാനാണ് എന്നാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ശ്രമം. മറ്റു പാർട്ടികളിൽ നിന്നും അകന്നു നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും കോൺഗ്രസിലെത്തിക്കാൻ പ്രത്യേക ശ്രമം ബ്ലോക്ക് കമ്മിറ്റികൾ നടത്തണമെന്ന് പോലും. സംസ്ഥാനത്ത് ആകെ 1498 മണ്ഡലം കമ്മിറ്റികളാണ് കോൺഗ്രസിനുള്ളത്. ഇതിൽ 1100-ലധികം പുനഃസംഘടിപ്പിച്ചു. എന്നാൽ പുതിയ മാർഗരേഖയിൽ കോൺഗ്രസ് നേതൃത്വം കൊട്ടിഘോഷിച്ച CUC പ്രവർത്തനങ്ങളുടെ പരാമർശമില്ല. എന്തായാലും കോൺഗ്രസിന്റെ നില ആകെ പരുങ്ങല്ലാണ്. എന്താകും നമുക്ക് കാണാം.